ഇറാനുമായുള്ള വെടിനിർത്തൽ ഏത് നിമിഷവും ഇല്ലാതാകുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഗൾഫ് മേഖല വീണ്ടും യുദ്ധഭീതിയിൽ. ഹോർമുസ് കടലിടുക്കിൽ സൈനിക നീക്കങ്ങൾ ഇറാൻ ശക്തമാക്കി. അമേരിക്ക സേനകൾ ആക്രമിച്ചാൽ മാരകമായി തിരിച്ചടിക്കുമെന്ന IRGC മുന്നറിയിപ്പ് നൽകി. ഇറാൻ സായുധ സേനയുമായി ബന്ധമുള്ള 4 നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയ സംഭവത്തിൽ ഇറാൻ അംബാസഡറെ വിളിച്ചിരുത്തി കുവൈത്ത് പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ നിർണായക ചൈന സന്ദർശനം നാളെ ആരംഭിക്കാനിരിക്കെയാണ് നയതന്ത്ര പ്രശ്ന പരിഹാരത്തിന് ചൈനയുടെ കൂടി പിന്തുണ മധ്യസ്ഥ രാജ്യങ്ങൾ തേടിയിട്ടുണ്ട്. ആഗോള എണ്ണ വിപണിയിൽ ബാരലിന് വില $107 കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. MC നാസറുണ്ട് വിശദാംശങ്ങളുമായി. നാസർ, ഏതു നേരവും ഒരു യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നാണോ IRGC നൽകുന്ന മുന്നറിയിപ്പ്? അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും? ഇസ്രായേലിന്റെ നിലപാടും പ്രധാനം തന്നെയാണ്. വിനീഷ, തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാൻ കൈമാറിയിരിക്കുന്ന മറുപടി പൂർണ്ണമായിട്ടും തള്ളിയ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി വൈറ്റ് ഹൗസിൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നു. സൈനിക നേതൃത്വം, അതോടൊപ്പം തന്നെ മറ്റുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. ആ യോഗം ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും എല്ലാ തലങ്ങളും ചർച്ച ചെയ്തു എന്നാണ് US സ്റ്റേറ്റ് വകുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം പുറത്തു വന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് തീരുമാനം അമേരിക്ക കൈക്കൊണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് മറുപടി പറഞ്ഞിരിക്കുന്നത് നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്, പക്ഷേ അത് വെളിപ്പെടുത്താൻ സാധ്യമല്ല. കാരണം അത്രയും ദൗത്യം, വളരെ സാഹസികത നിറഞ്ഞ ചില ദൗത്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി എന്നാണ്. പക്ഷേ ആ പദ്ധതി സംബന്ധിച്ച് എന്തായിരിക്കും തീരുമാനം എന്ന കാര്യം ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. നാളെയാണ് ട്രംപിന്റെ 3 ദിവസത്തെ ചൈന പര്യടനം ആരംഭിക്കുന്നത്. ബീജിംഗിൽ ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ള ചൈനീസ് നേതൃത്വവുമായി നടക്കുന്ന കൂടിയാലോചനകളിൽ പ്രധാനമായിട്ടും ഈ ഇറാൻ വിഷയം വരുമെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്ന സൈനികമായിട്ടുള്ള പിന്തുണ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, അതിൽ നിന്ന് പിൻവാങ്ങണം എന്നൊരു അഭ്യർത്ഥനയായിരിക്കും ട്രംപ് ഷീ ജിൻപിങ്ങിന് മുമ്പാകെ വെക്കുക എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം മേഖലയിൽ ഈ സംഘർഷം കൂടുതൽ കനത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഹോർമുസിൽ 2 സേനകളും തങ്ങളുടെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഇന്ന് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്തുകൂടെ ഒരു കപ്പലും ഇന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് നാവിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ഏത് നിലക്കുള്ള ഒരു ആക്രമണം അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്നുണ്ടായാൽ ഒട്ടും സമയം വൈകാതെ തന്നെ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. അതിന് പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല മുജ്തബ ഖമനഈ പൂർണ്ണമായിട്ടുള്ള നിർദ്ദേശവും അനുമതിയും നൽകിയതായിട്ടാണ് IRGC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തങ്ങൾ കീഴടങ്ങാൻ ഒരുക്കമല്ല എന്ന് ഇറാൻ വിദേശകാര്യ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. കാരണം ആ കീഴടങ്ങലിൻ്റെതായിട്ടുള്ള ഒരു താല്പര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പേർഷ്യൻ കൾച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇറാൻ പൈതൃകത്തെക്കുറിച്ചോ പോരാട്ട വീര്യത്തെക്കുറിച്ചോ യാതൊരു ധാരണയും അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കൻ ഭരണകൂടത്തിനും ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വരെയും വളരെ ശക്തമായി തന്നെ പൊരുതുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ ഇനിയിപ്പോൾ നയതന്ത്ര ചർച്ചകൾ നടക്കുമോ എന്ന ചോദ്യത്തിന് മധ്യസ്ഥ രാജ്യങ്ങളും കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകുന്നില്ല. അല്പം മുമ്പ് പാക് വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രിയെ അറിയിച്ചതായിട്ടാണ് പാക് വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായിട്ടും ആശയവിനിമയം തുടരുകയാണ്. ഒരു നിർണായകമായിട്ടുള്ള ആപൽക്കരമായിട്ടുള്ളൊരു യുദ്ധം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ, ഒരുപക്ഷെ അന്തിമമായിട്ടുള്ള നീക്കങ്ങളിലാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിന് കുറെ കൂടി പ്രകോപനപരമായ ഒരു നീക്കത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും അതിനായിട്ടുള്ള നടപടികളുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന്, ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം ഇറാനിൽ തങ്ങൾക്ക് കുറെ കൂടി വലിയ ലക്ഷ്യങ്ങളുണ്ട്. അത് നിറവേറ്റാൻ
ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന പ്രതികരണമാണ് ഇരു നേതാക്കളും ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യം മാറ്റി നിർത്തിയാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഒരു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമായ സ്വഭാവത്തിൽ തുറന്നു കിട്ടണം, അതോടൊപ്പം തന്നെ യുദ്ധം പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കണം എന്ന ആഗ്രഹമാണ്. അതിനുള്ള നീക്കങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ തുടരുന്നത്. അതോടൊപ്പം തന്നെയാണ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചു വരുന്ന അതേ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. $108 വരെ ബാരലിന് എണ്ണവില എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അമേരിക്കയും വലിയ തോതിലുള്ള കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉപഭോക്തൃ വില സൂചിക അമേരിക്കയിൽ ഇപ്പോൾ 3.8% ഉയർന്നതായിരിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി ഇന്ന് പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമാണ് ഇനിയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ പ്രതിഷേധം രൂപപ്പെട്ട സാഹചര്യത്തിൽ എത്ര കണ്ട് ട്രംപ് ഭരണകൂടത്തിന് ഈ പീറ്റർ ഹെഗ്സെറ്റ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സെക്രട്ടറിമാർക്ക് ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊരു ആശങ്ക കൂടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ അവ്യക്തത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയിൽ നിന്ന് ട്രംപ് തിരിച്ചെത്തിയാൽ മാത്രമായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനിഷ.